എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി, തായ്ലൻഡിലെ പട്ടായിലാണ് ഇപ്പോൾ. സാധാരണ വിദേശയാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് തായ്ലൻഡ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അനുദിനം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യൻ കറൻസി അങ്ങോട്ട് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് കറൻസിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നമ്മൾക്ക് തായ്ലൻഡിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കറൻസി കൊണ്ടുവരാവുന്നതാണ്. തായ്ലൻഡിലായാലും മലേഷ്യ ആയാലും സിംഗപ്പൂർ ആയാലും എവിടെയായിരുന്നാലും നമുക്ക് ഇന്ത്യൻ കറൻസി കൊണ്ടുവന്ന് ഇവിടുത്തെ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി കൊണ്ടുവരാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എക്സ്ചേഞ്ചുകളിൽ നിന്ന് മാറ്റാമെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു എക്സ്ചേഞ്ചാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ റോഡിൻ്റെ, ഇപ്പോൾ ഇത് ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? ഇതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിതുപോലത്തെ എക്സ്ചേഞ്ചുകൾ സാധാരണഗതിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത്തരം കാഴ്ചകൾ കാണാം, പല ഭാഗങ്ങളിലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇത്തരം എക്സ്ചേഞ്ചുകളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഡോളർ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ആ റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എക്സ്ചേഞ്ചുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ID കാർഡ് ചോദിക്കും. നോർമൽ സ്കെയിലിൽ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത്. പല എക്സ്ചേഞ്ചുകളും പാസ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റെന്തെങ്കിലും കൊടുത്താലും നമുക്ക് കറൻസി മാറ്റി മേടിക്കാവുന്നതാണ്. ഇന്ത്യയുടെ 2000-ൻ്റെയും 500-ൻ്റെയും കറൻസി മാത്രമാണ് മാറ്റി മേടിക്കാൻ പറ്റുന്നത്. നാട്ടിൽ നിന്ന് 50-100 കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റൽ സാധ്യമല്ല. അപ്പോൾ അത് പല സമയങ്ങളിലും നിയമത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട്. നമ്മുടെ പുതിയ കറൻസി ഇറങ്ങിയതിന് ശേഷം 500-ൻ്റെയും 2000-ൻ്റെയും മാത്രമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് കറൻസി മാറ്റാനായിട്ട് നമുക്ക് ATM സെൻ്ററുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ ഡോളർ റേറ്റ് വെച്ച് പ്രകാരമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ATMകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ട്രാൻസാക്ഷന് 220 തായ് ബാത്ത് ഒരു ചാർജ് ചെയ്യും. ഇപ്പം 100 ബാത്ത് എടുത്താലും 220 ബാത്ത് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ATM ഉപയോഗപ്പെടുത്തുമ്പോൾ പരമാവധി നമുക്ക് വേണ്ട എമൗണ്ട് 5000, 10000, 15000, 20000 ബാത്ത് വൺ ടൈം വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ATM കാർഡ് എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർനാഷണൽ എനേബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. നമ്മുടെ ഡെബിറ്റ് കാർഡിനൊക്കെ മുകളിൽ ഇൻ്റർനാഷണൽ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇൻ്റർനാഷണൽ എനേബിൾ ആവാറില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ സജീവമായതിൻ്റെ പേരിൽ ഡിസേബിൾ ആയിരിക്കാറ് പതിവ്. അപ്പോൾ നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമർ സർവീസോ അല്ലെങ്കിൽ ബാങ്ക് മാനേജർമായിട്ട് ബ്രാഞ്ച് മാനേജർമാർക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എനേബിൾ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച്. ഓരോ ദിവസത്തെയും ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയുടെ വാല്യൂ ഇവരുടെ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് എല്ലാ എക്സ്ചേഞ്ചുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വന്ന് നമ്മുടെ റേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ കറൻസി കൊടുക്കുക. ഇത്തരം എക്സ്ചേഞ്ചുകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരിക്കലും കള്ളനോട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറ്റു നിയമപ്രശ്നങ്ങളൊന്നും നമ്മളിന്ന് പെടില്ല. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ചിലെ കാഴ്ചകൾ, നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ചിൻ്റെ ഉൾവശം. അപ്പോൾ ഇവിടെ ബോർഡുകളിൽ ഓരോ റേറ്റുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ കാണാൻ പറ്റും. ആ ഡിജിറ്റൽ സ്ക്രീനിൽ കാണുന്നത് കറൻസി റേറ്റുകളാണ്. ഓരോ ദിവസത്തെയും റേറ്റുകൾ നിങ്ങൾക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റേറ്റ് മനസ്സിലാക്കി നമുക്കിവിടെ ഇവർക്ക് കൊടുക്കാം. ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകാരം അവർ നമുക്ക് ഇവിടുത്തെ ഫോറിൻ കറൻസി തരുന്നതാണ്. അതുപോലെ മറ്റു രാജ്യത്തെ കറൻസികളും നമുക്ക് മാറ്റി മേടിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ATM നമുക്ക് അവൈലബിൾ ആണ്. ATM നമുക്കിവിടെ കാണാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എപ്പോഴും എക്സ്ചേഞ്ചുകളിൽ റേറ്റ് വളരെ കൂടുതലായിരിക്കും. എക്സ്ചേഞ്ചിന് എയർപോർട്ടിന് അകത്തുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ തായ്ലൻഡിലെ എയർപോർട്ടിൽ വന്നിട്ട് മാറാൻ ശ്രമിച്ചാലും വളരെയധികം റേറ്റ് കൂടുതലായിരിക്കും. തായ്ലൻഡ് ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, നമ്മുടെ കൊച്ചി ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എയർപോർട്ടുകളിനകത്തുള്ള സെൻറ്ററുകളിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട കറൻസി ഏത് സമയത്തും നമുക്കവിടെ അവൈലബിൾ ആണ്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ കറൻസി മാറാൻ സമയം കിട്ടിയില്ല, ഡോളർ കയ്യിലില്ല, ബാത്ത് കയ്യിലില്ല, റിങ്കറ്റ് കയ്യിലില്ല, അങ്ങനെ ഒരു കറൻസിനെ കുറിച്ചിട്ട് ഒരു ആകുലതകൾ വേണ്ട. കാരണം അത്തരം നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് എയർപോർട്ടുകളുടെ അകത്ത് നമ്മളുടെ എക്സ്ചേഞ്ച് സെൻ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പല വിവിധ തരം ബാങ്കുകളുടെ, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനലായിട്ടുള്ള ഹാരിസ് അമീർ അലി എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വീഡിയോസ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള
യാത്രയിലെ ഇൻഫർമേഷൻസും യാത്രാ വിശേഷങ്ങളും വ്യത്യസ്ത തരം ഭക്ഷണങ്ങളും വിവിധ ലോക കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.